മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ സെഷൻസ് കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഇത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കീഴ്ക്കോടതിയിൽ മറ്റൊരു ഹർജി നൽകിയത്. 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ രാഹുലിനെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരികെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ബലാത്സംഗ കേസിൽ നടിയെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നൊരു വാർത്ത വരുന്നത്. നിലവിലിപ്പോൾ റിമാൻഡിലും നിരാഹാരത്തിലുമാണ് രാഹുൽ ഈശ്വർ കഴിയുന്നത്. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സെഷൻസ് കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഇത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കീഴ്ക്കോടതിയിൽ മറ്റൊരു ഹർജി നൽകിയത്. ഈ കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് കീഴ്ക്കോടതിയിൽ മറ്റൊരു ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ രാഹുലിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരികെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 5ാം പ്രതിയാണ് ഈ രാഹുൽ ഈശ്വർ.